ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ, ദൈവത്തിൻ്റെ വലിയ കരുണയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിൽ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണം നാം ചിന്തിക്കുകയാണ്. അനുഗ്രഹം പ്രാപിക്കാൻ നാം ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ വിശുദ്ധീകരണം. നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചാൽ യഹോവയായ ദൈവം നിങ്ങളിൽ അതിശയം പ്രവർത്തിക്കും, അത്ഭുതം പ്രവർത്തിക്കുമെന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ പൂർണ്ണ വിശുദ്ധീകരണം നമുക്ക് നമ്മുടെ തലമുറയ്ക്കും ഒരനുഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മനസ്സിൻ്റെ വിശുദ്ധീകരണം. ഒരു മനുഷ്യൻ്റെ ഹൃദയം അല്ലെങ്കിൽ മനസ്സ് വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ അത് ആ വ്യക്തിക്കും ആ വ്യക്തിയുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്. കാരണം കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ദൈവം ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തെ കണ്ടുകൊണ്ടാണ്, മനസ്സിനെ കണ്ടുകൊണ്ട്, മനസ്സിൻ്റെ അശുദ്ധിയെ കണ്ടുകൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന് 5-ാം വാക്യം പരിശോധിക്കുമ്പോൾ കർത്താവ് വേദനയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലുതെന്നും അവൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്ന് യഹോവയായ ദൈവം കണ്ടു. ദുഷിച്ച ഹൃദയത്തെ കണ്ടുകൊണ്ട്, മുറിവേറ്റ അശുദ്ധമായ ഹൃദയത്തെ കണ്ടുകൊണ്ട് ദൈവം വേദനിക്കുക. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയതുകൊണ്ട് ദൈവം അനുദപിച്ചു എന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു. ദൈവം വേദനിക്കുക. ദൈവത്തിൻ്റെ ഹൃദയത്തിന് അത് വേദനയാണ്. ദൈവത്തിൻ്റെ മനസ്സിന്, ഹൃദയത്തിന് വേദന എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ വേദന. നമ്മുടെ മനസ്സിനേറ്റം മുറിവുകളുണ്ട്, ദൈവത്തിൻ്റെ ഹൃദയത്തിന് വേദനയാണ്. അമ്മയുടെ ഉദരത്തിൽ ജീവൻ്റെ തുടിപ്പായി രൂപം കൊണ്ട നിമിഷം മുതൽ ഈ നിമിഷം വരെ നമ്മുടെ മനസ്സിനേറ്റം മുറിവുകൾ കണ്ടുകൊണ്ട് ദൈവം വേദനിക്കുക. അങ്ങനെയാണെങ്കിൽ നാം ഈ മുറിവുകൾ യേശുവിൻ്റെ മുറിവിൽ സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി മുറിവേൽക്കാനുണ്ടാകുന്ന സാഹചര്യങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. ഈ സാഹചര്യങ്ങളിൽ ആ സാഹചര്യങ്ങളോട് വിതയ്ക്കപ്പെട്ട മുറിവുകളാണ് യേശുവിൻ്റെ മുറിവിൽ സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിന് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ മനസ്സിന് മുറിവേൽക്കാവുന്ന സാഹചര്യങ്ങളിലേക്ക് യേശുവിൻ്റെ രക്തം ഒഴുകി ഇറങ്ങി വിശുദ്ധീകരിക്കണമേ, സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരു അനുഗ്രഹമായി, മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറി. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ മുറിവേൽക്കാവുന്ന 3 സാഹചര്യമുണ്ട്. 1, സ്നേഹം കിട്ടാതെ മനസ്സിന് മുറിവേൽക്കുന്ന സാഹചര്യങ്ങൾ. 2, അംഗീകാരം കിട്ടാതെ മനസ്സിന് മുറിവേൽക്കുന്ന സാഹചര്യം. 3, ലൈംഗികമായ മേഖല ഉണ്ടാകുന്ന മനസ്സിനേറ്റ മുറിവുകൾ. അതായത് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് മനസ്സിന് സ്നേഹവും അംഗീകാരവും കിട്ടാതെ മനസ്സിന് മുറിവേൽക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾ കളന്ന് കിട്ടും. നമ്മുടെ മനസ്സിൽ മുറിവേൽക്കാവുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സിനേറ്റ മുറിവുകളാണ് മറ്റുള്ളവർക്ക് മുറിവായി മാറുന്നത്. നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടതാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മുറിവ് നമ്മുടെ ജീവിതത്തിൽ വിതയ്ക്കപ്പെടാനുള്ള സാഹചര്യം നമുക്ക് പരിശോധിക്കാം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്നേഹം കിട്ടാതെ, അംഗീകാരം കിട്ടാതെ മനസ്സിന് മുറിവേൽക്കാവുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാമാണ് നമുക്ക് പരിശോധിക്കാം. അമ്മയുടെ ഉദരത്തിൽ ജീവൻ്റെ തുടിപ്പായി രൂപം കൊണ്ട നിമിഷം മുതൽ പിറന്നു വീഴുന്ന നിമിഷം വരെ സ്നേഹം കിട്ടാതെ, അംഗീകാരം കിട്ടാതെ മനസ്സിന് മുറിവേൽക്കാം. അതായത് ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ജീവൻ്റെ തുടിപ്പായി രൂപം കൊണ്ട് ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോഴായിരിക്കും അമ്മ എന്നെ തിരിച്ചറിയുന്നത്. സാധാരണ ഒരു കുഞ്ഞ് ഉദരത്തിൽ കിടന്നാൽ, ജനിച്ചാൽ 1 മാസം കഴിയുമ്പോഴാണ് അമ്മ അറിയുന്നത്. ചിലപ്പോൾ 2 മാസം 3 മാസം കഴിയുമ്പോൾ ആയിരിക്കാം ചിലപ്പോൾ അമ്മ തിരിച്ചറിയുന്നത്. എന്തായാലും അമ്മയുടെ ഉദരത്തിൽ ഞാൻ പിറന്നു കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അമ്മ എന്നെ അറിയുന്നത്. ആ സമയം വരെ അമ്മയുടെ സ്നേഹമോ അംഗീകാരമോ എനിക്ക് ലഭിച്ചില്ല. കാരണം അമ്മ എന്നെ അറിഞ്ഞിട്ടില്ല, ഞാൻ അമ്മയുടെ ഉദരത്തിലുണ്ടെന്ന് അറിയില്ല. അപ്പോൾ അമ്മയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം കിട്ടാതെ, അംഗീകാരം കിട്ടാതെ ഞാൻ ആ അമ്മ തിരിച്ചറിയുന്നവരെയും അമ്മയുടെ സ്നേഹവും അംഗീകാരവും കിട്ടാത്തത് എൻ്റെ മനസ്സിലൊരു മുറിവായി മാറാം. അതുമാത്രമല്ല, അമ്മ എന്നെ തിരിച്ചറിഞ്ഞ സമയം, ഒരുപക്ഷെ ഞാൻ അമ്മയുടെ ഉദരത്തിലുണ്ടെന്ന് അമ്മ അറിഞ്ഞ സമയം അമ്മ എന്നെ ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ ദൈവത്തിന് നന്ദി പറയാം, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ പറയാം. ചിലപ്പോൾ നേരെ അതിന് വിപരീതമായിട്ട് സംഭവിക്കുന്നത്. ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം, അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത സമയത്തായിരിക്കാം ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ടത്. ഞാനുണ്ടെന്ന് അറിഞ്ഞ സമയം അമ്മ അസ്വസ്ഥപ്പെടുക, ആകുലപ്പെടുക, ഉത്കണ്ഠപ്പെടുക.
ഇത് അമ്മയ്ക്കുണ്ടായ ടെൻഷൻ, ഇതെല്ലാം എൻ്റെ മനസ്സിലേക്ക് മുറിവുകളും വേദനയും മാറാം. ഇത് കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ അമ്മയുടെ ഉദരത്തിലായിരുന്ന സമയം ഒന്ന് പരിശോധിക്കുക, സങ്കല്പിക്കുക. എന്നിട്ട് ആ സമയത്തുണ്ടാകാവുന്ന മുറിവേൽക്കാവുന്ന സാഹചര്യങ്ങളിലേക്ക് യേശുവേ നിൻ്റെ രക്തം തളിച്ച് എനിക്ക് സൗഖ്യം നൽകണമേ, നിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം നൽകണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അമ്മയുടെ ഉദരത്തിൽ ഞാനുണ്ടെന്ന് അമ്മ അറിഞ്ഞ സമയം അമ്മ ഒരുപക്ഷെ അമ്മയെ വേണ്ടെന്ന് ചിന്തിക്കുകയോ, ഈ കുഞ്ഞിപ്പോൾ വേണ്ട എന്ന് മനസ്സിൽ ചിന്തിക്കുകയോ, അല്ലെങ്കിൽ മറ്റോട് പറയാൻ അസ്വസ്ഥപ്പെടുക, എൻ്റെ പിതാവിനോട് അല്ലെങ്കിൽ സഹോദരങ്ങളോട്, ബന്ധുമിത്രാദികളോട്, മാതാപിതാക്കളോട് ഇതിനെക്കുറിച്ച് പറയാൻ ലജ്ജിക്കുക അല്ലെങ്കിൽ ഭയപ്പെടുക. ഇതെല്ലാം ആ ഭയവും ആ ഉത്കണ്ഠയും ആ അസ്വസ്ഥ എല്ലാം എൻ്റെ മനസ്സിൽ മുറിവായി മാറാം. ഇനി കുഞ്ഞ് വേണ്ടെന്ന് മറ്റുള്ള നിർബന്ധം സഹിക്കുക വയ്യാതെ, ഒരുപക്ഷെ എൻ്റെ പിതാവിൻ്റെ നിർബന്ധം അല്ലെങ്കിൽ എൻ്റെ മാതാവിൻ്റെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർബന്ധം സഹിക്കുക വയ്യാതെ ഞാനെന്ന വ്യക്തിയെ അബോർഷൻ ചെയ്യാൻ അല്ലെങ്കിൽ നശിപ്പിച്ചു കളയാനായിട്ട് എൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിക്കുകയോ അതിന് ശ്രമിക്കുകയോ അതിന് പരിശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ മനസ്സിൽ അംഗീകാരം കിട്ടാത്ത മുറിവായി, സ്നേഹം കിട്ടാത്ത മുറിവായി, ഇന്നും ആ മുറിവ് മറ്റുള്ളവരോട് പകയായി, ദേഷ്യമായി, വാശിയായി, വൈരാഗ്യമായി മാതാപിതാക്കളെ കൊല്ലുവാനുള്ള ആ പ്രവണതയിലേക്ക് ഒരുപക്ഷെ നമ്മളെ മാറ്റിയിരിക്കാം. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, ആക്രമിക്കുന്ന ഒരു മനോഭാവം ഇന്ന് എന്നിൽ ഉണ്ടാകാൻ കാരണം ഒരുപക്ഷെ അന്ന് വിതയ്ക്കപ്പെട്ട മുറിവായിരിക്കാം. അതുകൊണ്ട് പരിശോധിക്കുക. കഴിഞ്ഞ കാല ജീവിതത്തിൽ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട നിമിഷം മുതൽ പിറന്നു വീണ നിമിഷം വരെയും ഒരുപക്ഷെ അമ്മയുടെയും മറ്റുള്ളവരുടെയും സ്നേഹവും അംഗീകാരം കിട്ടാതെ മനസ്സിനേറ്റ മുറിവുകളായിരിക്കാം ഇന്ന് ഞാൻ മറ്റുള്ളവർ കാണിക്കുന്ന എല്ലാ മുറിവേറ്റ അനുഭവങ്ങൾ, മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ. അത് യേശുവിൻ്റെ മുറിവിൽ സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വീണ്ടും അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ സാഹചര്യത്തിൽ, അതായത് അമ്മയുടെ മൃദുലമായ ഗർഭപാത്രത്തിൽ നിന്ന് പരിവരത്തെ ലോകത്തിലേക്ക് ഞാൻ പിറന്നു വീണപ്പോൾ എൻ്റെ മനസ്സിൽ ഒത്തിരി മുറിവുണ്ടായിരിക്കാം. അതെല്ലാം യേശുവിൻ്റെ മുറിവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിന് പ്രാർത്ഥിക്കാം. അതായത് ഞാൻ ഈ ഭൂമിയിൽ പിറന്നു വീണപ്പോൾ ആദ്യമായി എൻ്റെ ശരീരത്തിൽ കരസ്പർശം ഉണ്ടായപ്പോൾ അതെൻ്റെ മനസ്സിൽ അരോചകമായി മാറിയിരിക്കാം. ആദ്യമായി ശബ്ദം കേട്ടപ്പോൾ അതെൻ്റെ മനസ്സിൽ അസ്വസ്ഥയായി മാറിയിരിക്കാം. ആദ്യമായി വെളിച്ചം കണ്ടപ്പോൾ, ആദ്യമായി ശരീരത്തിൽ വെള്ളം വീണപ്പോൾ അതെല്ലാം എൻ്റെ മനസ്സിൽ വേദനയും മുറിവുമായി മാറിയിരിക്കാം. ഈ പരിവരുത്ത ഈ ലോക ജീവിത സാഹചര്യത്തിലേക്ക് ഞാൻ പിറന്നു വീണപ്പോൾ ഉണ്ടായ എല്ലാ അസ്വസ്ഥതകളും എൻ്റെ മനസ്സിൽ മുറിവുകളായി മാറാം. ഒരുപക്ഷെ എൻ്റെ അമ്മ, എൻ്റെ പിതാവ്, ഞാനൊരു ആൺകുട്ടിയാകണമെന്ന് ആഗ്രഹിച്ച് പെൺകുട്ടിയായിപ്പോയി, അല്ലെങ്കിൽ പെൺകുട്ടിയാകണമെന്ന് വിചാരിച്ച് ആൺകുട്ടിയായിപ്പോയി, ആണായി പിറന്നതിൽ പെണ്ണായി പിറന്നതിൽ മാതാപിതാക്കൾ ദുഃഖിക്കുകയോ വേദനയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മനസ്സിൽ അവരുടെ സ്നേഹവും അംഗീകാരം കിട്ടാതെ മനസ്സിന് മുറിവായി മാറാം. വീണ്ടും ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ഭൂമിയിൽ പിറന്നു വീണതിന് ശേഷം എൻ്റെ മാതാപിതാക്കളുടെ മാറോട് ചേർന്നുള്ള സ്നേഹം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതെൻ്റെ മനസ്സിൽ മുറിവായി മാറാം. അതായത് എന്നെ പ്രസവിച്ച ശേഷം, ഞാൻ പിറന്നു വീണതിന് ശേഷം എൻ്റെ മാതാവ് ഒരുപക്ഷെ വിദേശത്തേക്ക് യാത്രയായിരിക്കാം, എൻ്റെ പിതാവ് വിദേശത്തേക്ക് യാത്രയായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ജനിച്ചതിന് ശേഷം അമ്മയുടെ ലീവ് തീർന്നു, അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ ജോലിക്ക് പോകാൻ തുടങ്ങി, അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങി. ഞാൻ അമ്മയെ കാണാൻ വേണ്ടി വാ വിട്ട് കരയുമ്പോൾ അമ്മ ഓടി വന്ന് എന്നെ എടുക്കുകയോ മാറോട് ചെറുക്കുകയോ രാരിരുമ്പാടി ഉറക്കുകയോ ചെയ്യാതിരുന്നത് എൻ്റെ മനസ്സിൽ മുറിവും വേദനയുമായി മാറാം. അമ്മയുടെ മാറോട് ചേർന്നുള്ള സ്നേഹത്തിന് വേണ്ടി ദാഹിച്ച കാലഘട്ടത്തിൽ മാതാവിൻ്റെ മാറോട് ചേർന്നുള്ള സ്നേഹം കിട്ടിയില്ല, പിതാവിൻ്റെ മാറോട് ചേർന്നുള്ള സ്നേഹം കിട്ടിയില്ല. ഈ സ്നേഹം കിട്ടാത്ത മുറിവായിരിക്കാം പിന്നീട് കൗമാരത്തിൽ, യൗവനത്തിൽ തെറ്റായ സ്നേഹബന്ധത്തിലേക്ക് എന്നെ നയിച്ചത്. തെറ്റായ സ്നേഹബന്ധം, പ്രേമബന്ധം എന്ന് പറയുന്നത് ഈ മനസ്സിൻ്റെ മുറിവാണ്. അതായത് ബാല്യത്തിൽ മാറോട് ചേർന്നുള്ള, മാതാപിതാക്കളുടെ മാറോട് ചേർന്നുള്ള സ്നേഹവും അംഗീകാരവും കിട്ടാത്ത കുഞ്ഞുങ്ങളാണ് മിക്കവാറും തെറ്റായ സ്നേഹബന്ധത്തിൽ വീണ് പോകുന്നത്. അപ്പോൾ ഒരു കാമുകിയെ സ്നേഹിക്കാൻ കാരണം ഈ മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാത്ത മുറിവാണ്. ഈ കിട്ടാതെ പോയ സ്നേഹം കിട്ടാൻ വേണ്ടിയാണ് പ്രേമിക്കുന്നത്, സ്നേഹിക്കുന്നത്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയ അമ്മയുടെ സ്നേഹമോ അപ്പൻ്റെ സ്നേഹമോ സ്നേഹിക്കുന്ന കാമുകിൽ നിന്ന് ഒരിക്കലും ലഭിക്കില്ല. അത് കിട്ടാൻ വേണ്ടിയായിരിക്കാം പിന്നെ അവർ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നത്. വിവാഹത്തിൽ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്നേഹമല്ലാതെ, ഭർത്താവിന് ഭാര്യയുടെ സ്നേഹമല്ലാതെ ഒരിക്കലും ജന്മം നൽകിയ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയ സ്നേഹം ഒരിക്കലും നൽകാൻ സാധിക്കില്ല. ഈ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ച് അത് കിട്ടാതെ വരുമ്പോഴാണ് അവസാനം തെറ്റായ സ്നേഹബന്ധത്തിലൂടെ വിവാഹബന്ധത്തിലേക്ക് ഏർപ്പെട്ടു, വിവാഹബന്ധം വേർപിരിയുന്ന ഡൈവോഴ്സിൻ്റെ അവസ്ഥയിലായിത്തീരാൻ കാരണം കിട്ടേണ്ടത് കിട്ടാതെ വരുമ്പോൾ പിന്നെ ജീവിതം മടുക്കുക, നിരാശ തോന്നുക, പിന്നെ അവസാനം നിസ്സാര കാര്യത്തിന് പോലും പരസ്പരം തമ്മിൽ തല്ലി പരസ്പരം കലഹിച്ച് ഡൈവോഴ്സിൽ
അവസാനിപ്പിക്കുക. തെറ്റായ സ്നേഹബന്ധന മൂല കാരണമെന്ന് പറയാൻ ഒരു കാരണം ഇതാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ സമയം മുതൽ മാതാപിതാക്കളുടെ സ്നേഹവും മാറോട് ചേർന്നുള്ള സ്നേഹവും മാതാപിതാക്കളുടെ അംഗീകാരവും കിട്ടാതെ മനസ്സിനേറ്റ മുറിവ് ഒരുപക്ഷെ മറ്റ് തെറ്റായ സ്നേഹബന്ധത്തിന് കാരണമായി തീരാം. ഇത് യേശുവിൻ്റെ മുറിവിൽ സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു കാമുകൻ നിൻ്റെ പിന്നാലെ ഉണ്ടെങ്കിൽ, ഒരു കാമുകി നിൻ്റെ പിന്നാലെ ഉണ്ടെങ്കിൽ തിരിച്ചറിയുക, അത് മുറിവേറ്റ വ്യക്തിയാണ്. അതും സ്നേഹം കിട്ടാതെ മനസ്സിന് മുറിവേറ്റ വ്യക്തിയാണ്. ആ വ്യക്തിക്ക് കിട്ടാതെ പോയ സ്നേഹം നൽകാൻ യേശുവിന് മാത്രമേ സാധിക്കുള്ളൂ, ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ആ വ്യക്തിയുടെ സ്നേഹത്തെ തൃപ്തിപ്പെടുത്താൻ നിനക്ക് സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ആ ബന്ധം ഉപേക്ഷിക്കുക. ദൈവം നൽകിയിരിക്കുന്ന കുടുംബജീവിതത്തിലൂടെ ആഗ്രഹിക്കുക. ഇന്ന് പലപ്പോഴും പല യുവാക്കൾ തെറ്റിപ്പോകാനുള്ള കാരണം ഈ സ്നേഹം കിട്ടാത്ത മനസ്സിനേറ്റ മുറിവാണ്. വീണ്ടും ഞാൻ ഈ ഭൂമിയിൽ പിറന്നതിന് ശേഷം എന്നെ എൻ്റെ മാതാപിതാക്കൾ വളരെ സ്നേഹിച്ച് ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തും. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ശേഷം മറ്റൊരു കുഞ്ഞുണ്ടാകുന്നു. ഈ കുഞ്ഞുണ്ടാകുമ്പോൾ എന്നെ സ്നേഹിച്ച് എൻ്റെ മാതാപിതാക്കൾ എന്നേക്കാൾ കൂടുതലായി എൻ്റെ അനുജനെ അനുജത്തിയെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വലിയ തീവ്രമായ വേദന. സ്നേഹം കിട്ടാതെ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നൽ, എന്നെ ആരും അംഗീകരിക്കുന്നുള്ള തോന്നൽ അതെൻ്റെ മനസ്സിൽ മുറിവും വേദനയുമായി മാറും. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി മറ്റ് പ്രവൃത്തികൾ ചെയ്യുന്നത്. അതായത് ബൈക്ക് മോഷ്ടിക്കുക, കാറ് മോഷ്ടിക്കുക, പത്രത്തിൽ ഫോട്ടോ വരാൻ വേണ്ടി പല മോഷണങ്ങൾ നടത്തുക, ക്രൂരകൃത്യങ്ങൾ ചെയ്യുക, മറ്റുള്ള ശ്രദ്ധ പിടിക്കാൻ വേണ്ടി എന്ത് വേഷം കെട്ടുക. അതായത് ഇന്ന് കാണുന്ന വസ്ത്രധാരണം, ഫാഷൻ ഷോ, മറ്റുള്ള അംഗീകാരം കിട്ടാൻ വേണ്ടിയുള്ള ഭ്രമമാണ്. തലമുടി പല രീതിയിൽ ഷേപ്പ് ചെയ്യാം, താടി ഇല്ലാതെ മീശയില്ലാതെ താടി വളർത്തുക. ഇങ്ങനെ പല വികൃതമായ രൂപങ്ങൾ ചില യുവാക്കളിൽ അല്ലെങ്കിൽ സാധാരണ ചില വ്യക്തികളിൽ കാണുന്നത് മറ്റുള്ളവർ തന്നെ ശ്രദ്ധിക്കാൻ, മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാൻ വേണ്ടിയുള്ള ദാഹമാണ്. ഇതെവിടെ നിന്നുണ്ടായ മുറിവാണ്? ബാല്യത്തിൽ മാതാപിതാക്കളിൽ നിന്ന് മനസ്സിനേറ്റ മുറിവുകളാണ് പലപ്പോഴും. അല്ലെങ്കിൽ അംഗീകാരം കിട്ടാതെ, സ്നേഹം കിട്ടാതെ മനസ്സിനേറ്റ മുറിവാണ്. മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി എന്ത് മ്ലേച്ഛമായ പ്രവൃത്തിയും ചെയ്യാൻ, അല്ലെങ്കിൽ എന്ത് വേഷം കെട്ടാനും, എന്ത് കോമാളി വേഷം കെട്ടാനും, എന്ത് തരം താഴാനും ഒരു വ്യക്തി തയ്യാറാകുന്നതിൻ്റെ ഒരു കാരണം മറ്റുള്ള ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ്. കാരണം മറ്റുള്ള അംഗീകാരം കിട്ടാൻ വേണ്ടിയാണ്. കാരണം അവരുടെ ജീവിതത്തിൽ ബാല്യത്തിൽ സ്നേഹവും അംഗീകാരം കിട്ടാതെ മനസ്സിനേറ്റ മുറിവിൽ നിന്നാണ്. അത് തിരിച്ചറിയാം. നമ്മുടെ മുന്നിൽ ഒരു വ്യക്തി ഇങ്ങനെ പരിഷ്കൃതമായൊരു വേഷം കിട്ടുമ്പോൾ തിരിച്ചറിയാം ഈ വ്യക്തി മനസ്സിന് മുറിവേറ്റ വ്യക്തിയാണ്. മാതാപിതാക്കളുടെ സ്നേഹമോ അംഗീകാരം കിട്ടാതെ മനസ്സിനേറ്റ മുറിവേറ്റ വ്യക്തിയാണ്. ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ആയിത്തീരുന്നത് നമ്മൾ തിരിച്ചറിയണം. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ യേശുവിൻ്റെ മുറിയിൽ സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. വീണ്ടും വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ അധ്യാപകരെന്ന മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്ന തിക്തമായ അനുഭവങ്ങൾ, സ്നേഹവും അംഗീകാരം കിട്ടാത്ത അനുഭവങ്ങൾ മനസ്സിന് മുറിവായി മാറാം. അത് വിദ്യാഭ്യാസം ആരംഭിച്ച കാലം മുതൽ, അതായത് ആദ്യമായി സ്കൂളിൽ പോയ ദിവസം മുതൽ മനസ്സിന് മുറിവേൽക്കാം. ഒത്തിരി നിറം പിടിപ്പിച്ച സ്വപ്നങ്ങൾ നൽകി, ഒത്തിരി പ്രോത്സാഹനം നൽകി, മിഠായി മേടിച്ചു തരാം, ഐസ്ക്രീം മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ആദ്യമായി സ്കൂളിൽ കൊണ്ടുപോയ ദിവസം നമ്മുടെ മനസ്സിൽ മറക്കാൻ കഴിയാത്തൊരു ദിവസമാണ്. എന്നാൽ സ്കൂൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയമായി, അധ്യാപകരെ കാണുമ്പോൾ ഉള്ളിൽ പേടിയായി. ആദ്യമായി പഠിക്കാൻ പോയ ക്ലാസ്സിൽ ആദ്യമായിട്ട് ചെന്ന ദിവസം തന്നെ പല കുട്ടികളും വാവിട്ട് കരയുന്നു കണ്ടപ്പോൾ, എൻ്റെ അമ്മയുടെ മാറിൽ നിന്ന് തന്നെ ഒരു ആയ അല്ലെങ്കിൽ ഒരു ടീച്ചർ വലിച്ച് എടുത്തുകൊണ്ട് പോകുമ്പോൾ അതെൻ്റെ മനസ്സിൽ മുറിവായി വേദന. എൻ്റെ അമ്മയ്ക്ക് എന്നെ വേണ്ട എന്നൊരു തോന്നൽ. അമ്മയെ കാണാൻ വേണ്ടി വാവിട്ട് കരഞ്ഞിട്ട് അമ്മ ഓടി വന്ന് എടുക്കുകയോ മാറോട് ചേർക്കുകയോ ചെയ്യാതിരിക്കുമ്പോൾ ആദ്യം ടീച്ചർമാർ വളരെ സന്തോഷത്തോടെ മിഠായി തരാം, ബലൂൺ തരാം എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹത്തോടെ പരിചരിച്ചു. പിന്നീട് ദേഷ്യപ്പെട്ട്, അരിശപ്പെട്ട്, വടിയെടുത്ത് ഭയപ്പെടുത്തി. അങ്ങനെ അധ്യാപകരിൽ നിന്ന് സ്നേഹവും അംഗീകാരം കിട്ടാതെ മനസ്സിന് മുറിവേൽക്കുക. അതുപോലെ തന്നെ ചില ദിവസം ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കി വിടുക, ചെയ്യാത്തതിനെ ശിക്ഷിക്കുക, ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക, നിസ്സാരമായ കാര്യത്തിന് പീഡിപ്പിക്കുക. ഇങ്ങനെ അധ്യാപകരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മനസ്സിന് ഒത്തിരി മുറിവും വേദനയുമായി മാറാം. അതായത് സ്നേഹവും അംഗീകാരം കിട്ടാതെ മനസ്സിന് മുറിവേൽക്കുക. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് പഠനത്തിൽ പരാജയം അല്ലെങ്കിൽ ഭാവി ജീവിതത്തിൽ പരാജയമായിട്ട് മാറുന്നത്. സ്നേഹവും അംഗീകാരം കിട്ടേണ്ട സമയത്ത് കിട്ടാതെ വരുമ്പോൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ തന്നെ എന്നെ ആർക്കും വേണ്ട, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാനൊരു മണ്ടന, ഞാനൊരു പൊട്ടന, ഇത് മാതാപിതാക്കൾ പോലും അധ്യാപകർ പോലും പറയുമ്പോൾ അവരുടെ മനസ്സിൽ മുറിവും വേദനയുമായി സ്വയം ശപിച്ച് എങ്ങനെയെങ്കിലും പഠിത്തം തീർന്നു കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന അനേകം മക്കൾ.
അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ നിങ്ങളെങ്കിൽ തിരിച്ചറിയുക, ഇത് മനസ്സിനേറ്റ മുറിവാണ്. അത് യേശുവിൻ്റെ മുറിവിൽ സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യൗവന പ്രായത്തിൽ, കൗമാര പ്രായത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആന്തരിക മുറിവാണ് എതിർലിംഗത്തിലുള്ള വ്യക്തികളോടുള്ള ആകർഷണം. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ടീനേജിലേക്ക്, അതായത് കൗമാര പ്രായത്തിലേക്ക് കടക്കുമ്പോഴാണ് എതിർലിംഗത്തിലുള്ള ഒരു ആകർഷണം ഉണ്ടാകുന്നത്. ഇത് പലപ്പോഴും ഇത് ബലഹീനതയായി കാണുന്ന ചില യുവാക്കളുണ്ട്, ഇതൊരു തെറ്റായി കാണുന്നവരുണ്ട്. ചില വിദ്യാർത്ഥികൾ, ചില കൗമാര പ്രായക്കാർ ചോദിക്കുന്നുണ്ട്, എനിക്ക് എതിർലിംഗത്തിൽ, അതായത് ഓപ്പോസിറ്റ്, അതായത് ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ എനിക്ക് അറിയാതെ ഞാൻ നോക്കി പോവുക, ഇത് വല്ല മാനസിക വൈകല്യമാണോ എന്ന് ചോദിക്കുന്ന ചില യുവാക്കളുണ്ട്. അതുപോലെ ചില യുവതികളും ചോദിക്കാറുണ്ട്, എനിക്കിങ്ങനെ ആൺകുട്ടികൾ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ, ഞാൻ അറിയാതെ തന്നെ നോക്കി പോവുക, ഇതെന്തെങ്കിലും വൈകല്യമാണോ, മാനസിക വൈകല്യമാണോ എന്ന് ചോദിക്കുന്ന യുവാക്കളുണ്ട്. എന്നാൽ തിരിച്ചറിയുക, ഒരു ആൺകുട്ടി കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ, ഒരു പെൺകുട്ടി കൗമാരത്തിൽ കിടക്കുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന ഒരു സ്വഭാവമാണ്, ദൈവം നൽകുന്നൊരു കൃപയാണ്, ദൈവം നൽകുന്നൊരു കഴിവാണ് ലൈംഗികത. ഈ ലൈംഗികമായ കഴിവുള്ളത് കൊണ്ടാണ് എതിർലിംഗത്തിലുള്ളവർ അറിയാതെയാണെങ്കിലും അറിഞ്ഞുകൊണ്ടാണ് നോക്കിപ്പോകുന്നത്. ഇതൊരിക്കലും തെറ്റല്ല, പാപമല്ല. കാരണം അത് ദൈവം നൽകുന്നൊരു കൃപയാണ്, കഴിവാണ്. ലൈംഗികമായ കഴിവുള്ളതുകൊണ്ടാണ് എതിർലിംഗത്തിലുള്ള ഒരു ആകർഷണം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇങ്ങനെ ശ്രദ്ധിക്കാൻ, നോക്കാനുള്ള ഒരു ആകർഷണം ഉണ്ടാകുന്നത്. ഈ ആകർഷണമാണ്, ഈ ലൈംഗികമായ കഴിവാണ് ശരിക്കും ഒരു കുടുംബജീവിതത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ദാമ്പത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ, ഈ ലൈംഗികമായ കഴിവുള്ളതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളായി തീരാൻ സാധിക്കുന്നത്. അതായത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ സാധിക്കുന്നത്. ലൈംഗികമായ കഴിവില്ലെങ്കിൽ ആ വ്യക്തി ഇതൊന്നുമില്ല. അപ്പോൾ ദൈവം നൽകുന്ന ഏറ്റവും വലിയൊരു കൃപയാണ്, കഴിവാണ് ലൈംഗികത. ഈ ലൈംഗികമായ കഴിവുകൾ ദൈവം അത് വിവാഹമെന്ന കൂദാശയുടെ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി നൽകിയിരിക്കുന്ന ഒരു കൃപയാണ്, ഒരു കഴിവാണ്. വിവാഹമെന്ന കൂദാശയുടെ മാത്രം ഉപയോഗിക്കാൻ നൽകിയിരിക്കുന്ന ഒരു കൃപയാണ്, കഴിവാണ് ലൈംഗികമായ കഴിവുകൾ. എന്നാൽ ഇത് യൗവനത്തിൽ ദൈവം നൽകിയിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൗമാര പ്രായത്തിൽ കടക്കുമ്പോൾ ദൈവം നൽകുന്നുണ്ട്. അത് ചൂഷണം ചെയ്യുന്ന വ്യക്തികൾക്കത് മുറിവായി മാറും. അങ്ങനെയുള്ള വ്യക്തികളാണ് ഓപ്പോസിറ്റ് സെക്സിലുള്ളവരോടൊരു ആകർഷണം സ്നേഹബന്ധമായി, പിന്നെ അത് വ്യക്തിബന്ധമായി, പിന്നെ ശാരീരബന്ധമായി, അത് വലിയ പാപത്തിൽ വീഴാൻ കാരണമായി തീരുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇതൊരു മുറിവാണ്. പ്രത്യേകിച്ച് ലൈംഗികമായ മേഖലയിൽ മുറിവേറ്റവർ, ബാല്യത്തിൽ, കൗമാരത്തിൽ, യൗവനത്തിൽ ആരെങ്കിലും ലൈംഗികമായി ദുരുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ മുറിവായി കിടക്കുന്ന വ്യക്തികൾ ലൈംഗികത വെളിപ്പെടുമ്പോൾ പിന്നെ ലൈംഗികമായ ആസക്തി വളരാൻ കാരണമായി തീരും. അങ്ങനെ ആ ആസക്തി തെറ്റായ സ്നേഹബന്ധത്തിലേക്കും, സ്നേഹബന്ധം വ്യക്തിബന്ധത്തിലേക്കും, വ്യക്തിബന്ധം ശാരീരബന്ധത്തിലേക്കും, അത് വലിയ പാപത്തിന് അടിമയായി തീരാൻ കാരണമായി തീരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ മേഖല മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ആ മുറിവ് യേശുവിൻ്റെ മുറിവിൽ സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിന് പ്രാർത്ഥിക്കാം. ഒരു ആൺകുട്ടി പെൺകുട്ടിയോ, അല്ലെങ്കിൽ പെൺകുട്ടി ആൺകുട്ടി നോക്കുന്നതല്ല വിഷയം, നോക്കുന്നതോ സംസാരിക്കുന്നതോ ഒന്നുമല്ല പ്രശ്നം. ഇത് ആ വ്യക്തിബന്ധങ്ങളിലേക്ക്, അത് സ്നേഹബന്ധങ്ങളിലേക്ക്, അത് ശാരീരബന്ധത്തിലേക്ക് മാറിപ്പോകുമ്പോൾ അത് തിരിച്ചറിയത് മനസ്സിനേറ്റ മുറിവിൽ നിന്നാണ്, അല്ലെങ്കിൽ ലൈംഗികമായ മേഖലയിലുണ്ടായ മുറിവിൽ നിന്നാണ്. ജഡിക ആസക്തികൾ കഴിഞ്ഞ കാലങ്ങളിൽ ചില വ്യക്തികളുടെ മനസ്സിനേറ്റ മുറിവിലൂടെ വന്ന ജഡിക ആസക്തികളാണ് ഇതിന് കാരണമെന്ന് തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ മുറിവിൽ സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് കൗമാരത്തിൽ, യൗവനത്തിൽ മനസ്സിനേറ്റ്, പ്രത്യേകിച്ച് ലൈംഗികമായ മേഖലയിൽ മുറിവേറ്റിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം യേശുവിൻ്റെ മുറിവിൽ സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്തത്, യൗവനത്തിൽ, കൗമാരത്തിൽ ഒത്തിരി നിറം പിടിപ്പിച്ച സ്വപ്നങ്ങളുണ്ടാകും. എൻ്റെ കുടുംബജീവിതം, എൻ്റെ ദാമ്പത്യജീവിതം എൻ്റെ വിവാഹ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഒരു പുരുഷനെ സംബന്ധിച്ച് തൻ്റെ ഭാര്യയുടെ നിറം, സൗന്ദര്യം, പൊക്കം, വണ്ണം, ശബ്ദം ഇതെല്ലാം ഒരു സങ്കല്പമായി മനസ്സിലുണ്ടായിരിക്കാം. എന്നാൽ സങ്കല്പിച്ചൊരു വ്യക്തി ആയിരിക്കണമെന്നില്ല ജീവിതത്തിൽ കിട്ടിയത്. അപ്പോൾ അത് മനസ്സിൽ മുറിവും വേദനയുമായി മാറാം. പ്രത്യേകിച്ച് വിവാഹം എന്നൊരു കൂദാശയാണെന്ന് തിരിച്ചറിയാതെ വിവാഹമെന്ന കൂദാശ അയോഗ്യതയോടെ സ്വീകരിക്കുമ്പോൾ അത് മനസ്സിന് മുറിവായി മാറാം. അതായത് വിശുദ്ധമായ കുർബാന എത്രമാത്രം വിശുദ്ധിയോടെ സ്വീകരിക്കണം നമുക്കറിയാം. എന്നാൽ വിവാഹം ഒരു കൂദാശയാണെന്നോ, ആ കൂദാശ എത്രമാത്രം പരിശുദ്ധമായി പവിത്രമായി സ്വീകരിക്കണമെന്നോ തിരിച്ചറിയാതെ വിവാഹത്തിൻ്റെ തലേദിവസം പോലും പാപം ചെയ്ത് പാപത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് പിറ്റേ ദിവസം വിശുദ്ധ കൂദാശയായിരിക്കുന്ന പവിത്രമായ പരിപാവനമായ കൂദാശ പാപത്തിൻ്റെ അവസ്ഥയിൽ സ്വീകരിക്കുമ്പോൾ അത് മനസ്സിൽ മുറിവും വേദനയുമായി മാറാം. അതിൽ നിന്ന് ഒത്തിരി കുടുംബജീവിതത്തിൽ, ദാമ്പത്യത്തിൽ തകർച്ചകളുണ്ടാകാം.
അപ്പോൾ ശ്രദ്ധിക്കുക, എൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിച്ചപ്പോൾ അത് മനസ്സിൽ മുറിവുമായിട്ടാണ് ഞാൻ വിവാഹം എന്ന കുദാശയിലേക്ക് പ്രവേശിച്ചത്. പാപത്തിൻ്റെ അവസ്ഥയിലാണ് ഞാൻ വിവാഹം എന്ന കുദാശ പ്രവേശിച്ചത്. അതിനും പറയുന്നുണ്ട്, പരിശുദ്ധമായ കുദാശ അയോഗ്യത സ്വീകരിച്ചാൽ ബലഹീനത, രോഗം, മരണം, ഈ 3 കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അങ്ങനെ അയോഗ്യതയോടെ വിവാഹം എന്ന കുദാശ സ്വീകരിച്ചാൽ അവരുടെ കുടുംബജീവിതത്തിൽ ബലഹീനത സംഭവിക്കാം. പ്രത്യേകിച്ച് പരസ്പരം അംഗീകരിക്കാനും സ്നേഹിക്കാനും കഴിയാത്ത മാനസിക അവസ്ഥകൾ സംഭവിക്കാം. അതുകൊണ്ട് കുടുംബജീവിതം വിശുദ്ധിയോടെയാണോ പ്രവേശിച്ചതെന്ന് പരിശോധിക്കുക, അല്ലെങ്കിൽ യേശുവിൻ്റെ മുറിവിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വീണ്ടും പങ്കാളിൽ നിന്നുണ്ടായ തിക്തമായ അനുഭവങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തൽ, നിന്ദനങ്ങൾ, പരിഹാസങ്ങൾ, മക്കളുടെ മുന്നിൽ വെച്ച് പോലും പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിടുമ്പോൾ, ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കുമ്പോൾ, പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ മദ്യപിച്ച് കുടിച്ച് വെളിവില്ലാതെ വന്ന് ഭാര്യയെ ഉപദ്രവിക്കുമ്പോൾ, മക്കളെ ഉപദ്രവിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വേദനകൾ, അസ്വസ്ഥതകൾ, ഇതെല്ലാം മനസ്സിൽ മുറിവും വേദനയുമായി മാറാം. അതുപോലെ തന്നെ ഭാര്യയിൽ നിന്ന് തിക്തമായ അനുഭവങ്ങൾ, കുറ്റപ്പെടുത്തൽ, ഒറ്റപ്പെടുത്തൽ, മക്കളുടെ മുന്നിൽ വെച്ച് പോലും പരിഹസിക്കുക, കുറ്റപ്പെടുത്തുക, വീട്ടിൽ നിന്ന് മറ്റുള്ള അതിഥികൾ വരുമ്പോൾ അവരുടെ മുന്നിൽ വെച്ച് പരിഹസിക്കുക, സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് അവഹേളിക്കുക, പരിഹസിക്കുക, അംഗീകരിക്കാതിരിക്കുക, ഇതെല്ലാം ഭാര്യയിൽ നിന്നുണ്ടായ ഭർത്താവിനുണ്ടായ മുറിവായി മാറാം. അതുപോലെ തന്നെ ഭർത്താവിൽ നിന്ന് മനസ്സിന് ഭാര്യയ്ക്ക് മുറിവേൽക്കാം. ഈ മുറിവുകളെല്ലാം അനുഭവിക്കുന്ന ആരാണ്? അവർക്കുണ്ടാകുന്ന മക്കളാണ്. ഭാര്യയിൽ നിന്നും ഭർത്താവിനുണ്ടാകുന്ന മുറിവുകൾ, ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്കുണ്ടാകുന്ന മുറിവുകൾ, ഇനി ഇവരുടെ രണ്ടുപേരുടെ മാതാപിതാക്കളിൽ നിന്ന് അവർക്കുണ്ടായ എല്ലാ മുറിവുകളും, ഇതെല്ലാം അനുഭവിക്കുന്നത് അവരുടെ മക്കളാണ്. അതുകൊണ്ട് തിരിച്ചറിയാം, എൻ്റെ കുടുംബജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിച്ചപ്പോൾ ഒത്തിരി നല്ല നല്ല സ്വപ്നങ്ങളോടുകൂടിയേ ചെന്നത്. എന്നാൽ അവിടെയെല്ലാം മനസ്സിനേറ്റ മുറിവുകൾ മറ്റുള്ളവർക്കൊരു മുറിവായി മാറാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അതെല്ലാം യേശുവിൻ്റെ മുറിവിൽ സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ജീവിത പങ്കാളിൽ നിന്നൊരു സ്നേഹമോ അംഗീകാരമോ കിട്ടാതെ വന്നപ്പോൾ ഒരു മക്കളുണ്ടായ മക്കളെങ്കിലും സ്നേഹിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ മക്കളുണ്ടായപ്പോൾ അതിനെ വേദനയോട് പ്രസവിച്ചു. കൈയാണോ കാലാണോ നോക്കി വളർത്തി വലുതാക്കി, ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഏറ്റവും നല്ല ജോലി, ഇതെല്ലാം കൊടുത്തു. എല്ലാം കൊടുത്ത് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ മക്കൾക്ക് എന്നെ വേണ്ട. ഇന്നങ്ങനെ മക്കളിൽ നിന്ന് തിക്തമായി മനസ്സിന് മുറിവേറ്റ അനേകം മാതാപിതാക്കൾ, വേസ്റ്റ് ബക്കിലേക്ക് വേസ്റ്റ് വലിച്ചെറിയുന്ന പോലെ അനാഥാലയങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അനേകം മാതാപിതാക്കൾ, ഈ മക്കൾ മുഖാന്തരം മനസ്സിന് മുറിവേറ്റ അനേകം മാതാപിതാക്കൾ ഈ സ്വരം കേൾക്കുന്നുണ്ട്. അവരെല്ലാം യേശുവിൻ്റെ മുറിവിലേക്ക് ഈ മുറിവുകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇന്ന് മക്കളിൽ നിന്ന് എന്തെങ്കിലും തിക്തമായ അനുഭവങ്ങൾ നാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം പരിശോധിക്കണം. എൻ്റെ മാതാപിതാക്കളെ ഞാൻ എങ്ങനെയാണ് സ്നേഹിച്ചത്? എൻ്റെ ജീവിതങ്ങളുടെ മാതാപിതാക്കളെ ഞാൻ എങ്ങനെയാണ് സ്നേഹിച്ചത്? ഞാൻ അവരോട് ചെയ്ത പ്രവൃത്തിയുടെ അനന്തരഫലം, അതിൻ്റെ 100 ഇരട്ടി ഇന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിയണം. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു അവസ്ഥയുണ്ട്. നാം ഒരു വിത്ത് നടുമ്പോൾ കൊയ്യുന്നത് ഒരു വിത്തല്ല, ഒരു ഫലമല്ല. 100 ഒരു നെൽമണി നട്ടാൽ 100 നെൽമണിയാണ് ഒരു കതിരിൽ നാം ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് മക്കളിൽ നിന്ന് അനുഭവിക്കുന്നതിൻ്റെ കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ, കഴിഞ്ഞ നാളിൽ നമ്മൾ മാതാപിതാക്കളെ സ്നേഹിക്കാതെ, അംഗീകരിക്കാതെ അവരെ മുറിവേൽപ്പിച്ചതിൻ്റെ അനന്തരഫലം ഇന്ന് നമ്മുടെ മക്കളിലൂടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നാം മക്കളിൽ നിന്ന് എന്തെങ്കിലും മുറിവുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം യേശുവിൻ്റെ മുറിവിൽ സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വീണ്ടും ഞാനൊരു ആൺകുട്ടിയായിരുന്നപ്പോൾ പുരുഷനായി മാറിയപ്പോൾ എൻ്റെ ലൈംഗികമായ മേഖലയുണ്ടായ ആന്തരിക മുറിവുകൾ, ഞാനൊരു പെൺകുട്ടിയാണ് എന്നാൽ ഒരു സ്ത്രീയായി മാറിയപ്പോൾ എൻ്റെ ലൈംഗികമായ മേഖലയുണ്ടായ മുറിവുകൾ, പ്രത്യേകിച്ച് ഒരു ആൺകുട്ടി ലൈംഗികത വെളിപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ലൈംഗികമായ മേഖല ഉണ്ടാകുന്ന മുറിവാണ് ശബ്ദത്തിന് ഉണ്ടാകുന്ന വ്യതിയാനം, ശരീരത്തിനുണ്ടാകുന്ന മീശ മുളയ്ക്കുക, ഗുഹ്യഭാഗങ്ങളിൽ രോമങ്ങൾ കിളിർക്കുക, രാത്രി സ്കലനം, ഇതെല്ലാം പ്രത്യേകിച്ച് ഒരു ആൺകുട്ടിയിലുണ്ടാകുന്ന ലൈംഗികമായ മേലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ മുറിവുകളായി മാറാം. അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയെ ഒരു സ്ത്രീയായി മാറുമ്പോൾ, ഒരു അമ്മയായി മാറുമ്പോൾ, പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലുണ്ടാകുന്ന ശാരീരികമായ വളർച്ചയുണ്ടാകുന്ന വ്യത്യാസം, രോമങ്ങൾ കിളിർക്കുമുണ്ടാകുന്ന അസ്വസ്ഥത, പ്രത്യേകിച്ച് ആർത്തവകാല ആരംഭത്തിലുണ്ടാകുന്ന വേദനകൾ, അസ്വസ്ഥതകൾ, ഇതെല്ലാം ആ പെൺകുട്ടിയെ തൻ്റെ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും തൻ്റെ ശരീരത്തിലുള്ള മാറ്റങ്ങളും അംഗീകരിക്കാൻ കഴിയാതെ മനസ്സിന് മുറിവും വേദനയുമായി മാറുക. അത് ലൈംഗികമായ മേഖല ഉണ്ടാകുന്ന മുറിവുകളാണ്. ഈ മുറിവുകളെല്ലാം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ കിടക്കുമ്പോൾ അത് എത്രമാത്രം മുറിവുകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടോ അത് മറ്റുള്ളവർക്കും മറ്റുള്ളവർക്കും ഒരു മുറിവായി മാറുകയും. അതുകൊണ്ട് മുറിവേറ്റ മൃഗം മറ്റുള്ളവരെ മുറിപ്പെടുത്തും. ഇതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലുള്ള മുറിവുകൾ മറ്റുള്ളവർക്കൊരു മുറിവായി മാറുന്നുണ്ടെങ്കിൽ ഈ മുറിവുകളെല്ലാം യേശുവിൻ്റെ മുറിവിൽ സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മയുടെ ഉദരത്തിൽ ജീവൻ്റെ തുടിപ്പായി രൂപം കൊണ്ട നിമിഷം മുതൽ ഈ നിമിഷം വരെ സ്നേഹം കിട്ടാതെ, അംഗീകാരം കിട്ടാതെ, ലൈംഗികമായ മേഖലയുണ്ടായ എല്ലാ മുറിവുകളും യേശുവിൻ്റെ മുറിവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണടയ്ക്കാം. ബാറക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി നന്ദി പറയുന്ന കർത്താവ്, ഞങ്ങളുടെ
അമ്മയുടെ ഉദരത്തിൽ ജീവൻ്റെ തുടിപ്പായ രൂപം കൊണ്ട നിമിഷം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല മുറിവുകളും കർത്താവെ നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. അതെല്ലാം യേശുവിൻ്റെ തിരുമുറിവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സൗഖ്യം പ്രാപിക്കാൻ, യേശുവിൻ്റെ അട്ടിപ്പിടനാൽ, യേശുവിൻ്റെ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള വചനത്താൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കാൻ, മനസ്സിനും ശരീരത്തിനും ആത്മാവിനും പൂർണ്ണ സൗഖ്യം പ്രാപിച്ച്, പൂർണ്ണ വിശുദ്ധീകരണം പ്രാപിച്ച്, വിശുദ്ധിയോടെ നിൻ്റെ കൃപകളും അനുഗ്രഹം പ്രാപിക്കാൻ ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധ അമ്മേ ദൈവമാതാവിനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതിയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. Maria.